Sir, good morning and welcome to the show. Good morning, viewers. സർ ആദ്യം നമുക്ക് യു എസ് മാർക്കറ്റിലോട്ട് തന്നെ പോകാം. ഏതായാലും യു എസ് മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ച ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു യു എസ് മാർക്കറ്റിൽ ഒരു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. താരിഫുമായി ബന്ധപ്പെട്ട് ഒരു അല്ലെങ്കിൽ ഭയക്കേണ്ടതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസുകളൊന്നും കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിലൊരു ഉണർവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഏതായാലും നമ്മളൊരു മാർക്കറ്റിലൊരു ക്ലോസിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് നമുക്ക് ഡൗ ജോൺസിൽ ഒരു നേരിയ ഒരു പോസിറ്റീവ് രീതിയിൽ ഒരു ക്ലോസിംഗ് എടുത്തപ്പോൾ S&P 500 നമുക്ക് കാണാൻ സാധിച്ചത് 0.74% ഒരു നേട്ടമാണ്. നാസ്ഡാക്കിൽ 1% മുകളിലേക്ക് ഒരു മുന്നേറ്റവും മാർക്കറ്റിനെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. നമ്മൾ മറ്റു സ്റ്റോക്കുകൾ അല്ലെങ്കിൽ യു എസിലെ പല സ്റ്റോക്കുകളും നോക്കുമ്പോഴും ഒരു മുന്നേറ്റം രേഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആൽഫബറ്റ് ഓഹരികൾ ഏകദേശം 1.7% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു. എൻവിഡിയയിലൊക്കെ 4% ഒരു ഉയർച്ച രേഖപ്പെടുത്തുന്ന ഒരു യു എസ് മാർക്കറ്റുമാണ് കാണാൻ സാധിച്ചത്. യു എസ് മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നല്ലൊരു പോസിബിലിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാനായിട്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ കറന്റ് ലെവൽസിൽ നിന്ന് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 2000 പോയിന്റ് നേട്ടം കൂടെ നമുക്ക് കാണാൻ സാധിക്കണം. 41,400 പോയിന്റിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത്. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 42,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സിനെ അപേക്ഷിച്ച് കൂടുതൽ സ്ട്രെങ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഈ ആഴ്ച തന്നെ ഞാൻ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 19,800 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷും, അതിനുശേഷം 20,400 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. ഇനി കമോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇടിവാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ബ്രന്റ് ക്രൂഡിൽ ഒരു 0.1% ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ക്രൂഡ് ഓയിൽ 0.09% ഒരു നേരിയ ഇടിവും കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? So crude oilന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $61 സപ്പോർട്ട് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു $3 മുതൽ $5 നഷ്ടം വരാൻ നല്ല ചാൻസസ് ഉണ്ട്. സെയിം ടൈം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $67 റെസിസ്റ്റൻസും, ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $72 റെസിസ്റ്റൻസും ക്രൂഡ് ഓയിൽ ബ്രേക്ക് ചെയ്യണം. സ്വർണ്ണത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ ഒരു നേരിയ ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. എന്നിരുന്നാൽ ആ ഒരു കഴിഞ്ഞ വീക്കിൽ തന്നെ ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഗോൾഡിന് സാധിച്ചിരുന്നു. ഇന്ന് നോക്കുമ്പോഴും നമുക്ക് ഏകദേശം 1%-ൻ്റെയൊക്കെ ഒരു ഇടിവ് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? അത് ഗോൾഡിൽ താങ്കളുടെ ഒരു ഫ്യൂച്ചർ ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ സ്വർണത്തിന്റെ കേസിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഓൾമോസ്റ്റ് കഴിഞ്ഞ 15 മാസങ്ങളായിട്ട് നമുക്ക് വലിയൊരു നേട്ടമാണ് നമുക്ക് സ്വർണത്തിൽ കിട്ടിയിരിക്കുന്നത്. മോർ ദാൻ 30% നേട്ടമാണ് നമുക്ക് സ്വർണത്തിൽ കിട്ടിയിരിക്കുന്നത്. നാച്ചുറലി സ്വർണത്തിന്റെ കേസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഏത് നിമിഷവും പ്രോഫിറ്റ് ടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും അതിലൊരു സെല്ലിംഗ് പ്രഷർ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ 3,265 സപ്പോർട്ട് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുക $3,090. നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നിഫ്റ്റി നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് കഴിഞ്ഞൊരു വീക്കിൽ ഒരു നേരിയ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ 0.7% ഒരു പോസിറ്റീവ് റിട്ടേൺ ആണ് നിഫ്റ്റി കഴിഞ്ഞൊരു വീക്കിൽ നൽകിയത്. ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിഫ്റ്റി 50 ആണ് കാണാൻ സാധിച്ചത്. ഏകദേശം ഇടിവെന്ന് പറയുന്നത് 207 പോയിന്റിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും 24,000 എന്നൊരു നില സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഷോർട്ട് ടേം ചാർട്ട്സ് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് അതിലൊരു ഓവർ ബോട്ട് റീഡിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് പൊസിഷൻസ് നിഫ്റ്റി 50യിലും നിഫ്റ്റിയുടെ മെയിൻ കോമ്പണൻസ് ആയിട്ടുള്ള റിലയൻസ് അതുപോലത്തെ സ്റ്റോക്സിലൊക്കെ നമുക്കൊരു ബിൽഡപ്പ് കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഏപ്രിൽ 7-ാം തീയതിക്ക് ശേഷം 18 ദിവസങ്ങളിലായിരുന്നു നമുക്ക് നിഫ്റ്റി 50യിൽ നേട്ടം കിട്ടിയത്.
സോ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നിരിക്കുന്ന സെൽ ഓഫ് ഇസ് ആക്ച്വലി പ്രോഫിറ്റ് ടേക്കിംഗ്. നമുക്ക് ഈ ആഴ്ചയിൽ ഞാൻ പ്രോഫിറ്റ് ടേക്കിംഗ് തുടരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ, അതായത് ഇന്നും നാളെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട്. മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 23,300 പോയിന്റ് ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ച കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് എടുക്കുമ്പോൾ 0.6% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിട്ടേൺ ആണ് ബാങ്ക് നിഫ്റ്റി നൽകിയത്. ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ ഏകദേശം 1% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 54,664 എന്നൊരു ലെവലിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ തുടർച്ചയായ ഒരു 5 ട്രേഡിംഗ് വീക്സിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ലാസ്റ്റ് വീക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 0.5% തൊട്ട് മുകളിലുള്ള ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ സാർ പറഞ്ഞ പോലെ നിഫ്റ്റി 50 പോലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാമോ? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു കറക്ഷനിൽ നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ബാങ്കിങ് ഓഹരികളിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ നല്ല അവസരം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 53,400, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 52,700, അതും ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 51,500 പോയിന്റ്. ഈ 3 ലെവൽസിലോട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് താഴാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ റിസ്കിൽ ബൈയിങ് അവസരങ്ങൾ ലഭിക്കും. ഈ ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കാനുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. കാരണം റിലയൻസിൻ്റെ ഒരു ന്യൂസ് പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പാദഫലത്തിലെ ഒരു വളർച്ച, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ഉയർച്ച കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളൊരു ന്യൂസുകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ലാഭം 6.4% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ വരുമാനത്തിൽ 8.8% ഒരു വർധനവും റിലയൻസ് ഇൻഡസ്ട്രീസിനെ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. കൂടാതെ ഓഹരി ഒന്നിന് 5.5 രൂപയുടെ ലാഭവിഹിതവും ഇപ്പോൾ റിലയൻസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് റിലയൻസിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗിൽ 1,300 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും റിലയൻസിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിങ്ങിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായ ഒരു കൺസോൾട്ടേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തന്നെ തുടരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നിഫ്റ്റി 50 ഒത്തിരി നേട്ടം കണ്ടിട്ടുണ്ട്. ആ ഒരു നേട്ടത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പങ്കെടുത്തിട്ടുമുണ്ട്. സോ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ സെല്ലിംഗ് ഇസ് ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. പ്രോഫിറ്റ് ടേക്കിംഗ് ഈ ആഴ്ചയും തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 1,260, അതിനുശേഷം 1,240. എനിക്ക് തോന്നുന്നില്ല റിലയൻസ് ഇൻഡസ്ട്രി 1,240 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ഇൻഫാക്ട് 1,240 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം റിലയൻസിൽ ലഭിക്കും. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗെയിലാണ്. ഗെയിൽ നോക്കുമ്പോൾ ലോജിസ്റ്റിക് മേഖലയിലെ ദ്രവീകൃത പ്രകൃതിവാതകം ഒരു ബദൽ ഇന്ധനമായി സ്വീകരിക്കുന്നതിന് പര്യവേഷണം ചെയ്യാനായിട്ട് ഇപ്പോൾ കോൺഗറുമായിട്ട് ഇപ്പോഴൊരു പുതിയ കരാറ് ഒപ്പുവെച്ചു എന്നുള്ളൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗെയിലിൻ്റെ ട്രേഡിംഗ് നോക്കുമ്പോൾ 3% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഒരു ഡേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 186 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 20% താഴേക്കുള്ള ഒരു ലെവലിലാണ്. മാത്രമല്ല കഴിഞ്ഞൊരു വീക്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു നേട്ടം 17% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിലിനെ സംബന്ധിച്ച് താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗെയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തന്നെ തുടരുന്നു. ഗെയിലിന്റെ കേസിലും ഞാൻ നേരത്തെ റിലയൻസും നിഫ്റ്റി 50 ഒക്കെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഗെയിലിന്റെ കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടൊരു പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 3 സപ്പോർട്ട് ഏരിയ. ആദ്യത്തെ 180, അതിനുശേഷം 175, അതിന് തൊട്ട് പിന്നാലെ 168. ഈ 3 സപ്പോർട്ട് ലെവൽസിൽ ഗെയിലിന് സപ്പോർട്ട് കിട്ടി നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും.
ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്ത്യൻ സിമൻസ് ആണ്. ഇന്നലെ 1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്ഷമിക്കണം, ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 287 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് ഏകദേശം ജൂലൈയിലായിരുന്നു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റോക്കിൽ ജാനുവരിയിൽ വലിയൊരു ഇടിവ്, അതായത് 29% ഒരു ഇടിവ് ജാനുവരിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ആ ഒരു ലെവലിലാണ് ഇപ്പോഴൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 27% ഇടിവ് രേഖപ്പെടുത്തുന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സിമൻസിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉള്ളത്, ഇന്ത്യ സിമൻസിൻ്റെ പാദഫലത്തിൽ 19 കോടി രൂപയുടെ ഒരു അറ്റാദായം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസും ലഭ്യമാണ്. ഇന്ത്യ സിമൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്ത്യ സിമെന്റ്സിന്റെ കേസിൽ നമുക്ക് അതൊരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് എനിക്കിതിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 260 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിലൊരു ബ്രേക്ക് ഔട്ട് ഈ സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് ലഭിക്കണമെങ്കിൽ 303 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റെയിൽടെല്ലാണ്. 4% ഒരു ഇടിവാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 302 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെയിൽടെലിനെ സംബന്ധിച്ച് റെയിൽടെൽ കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉള്ളത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിൽ നിന്ന് ഏകദേശം 90 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭ്യമായിട്ടുണ്ട് എന്നൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. റെയിൽടെലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയിൽടെലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 288 മുതൽ 290 രൂപ വരെ. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരുപക്ഷെ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. സാർ, ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ളതാണ്. ശ്രീറാം ഫിനാൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. ഏതായാലും സ്റ്റോക്ക് വലിയ ഒരു ഇടിവ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50-ലെ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുന്ന ഒരു സ്റ്റോക്കായി മാറിയത് ശ്രീറാം ഫിനാൻസ് ആയിരുന്നു. 5.95% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലും തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? ശ്രീറാം ഫൈനാൻസ്. ശ്രീറാം ഫിനാൻസ് നിഫ്റ്റി 50 അപേക്ഷിച്ച് കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ശ്രീറാം ഫിനാൻസിന്റെ നമുക്ക് ക്വാർട്ടർലി അതിനെ തുടർന്ന് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നില്ല. ഈ സ്റ്റോക്കിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 615 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വരും ആഴ്ചകളിൽ നമുക്കൊരു ബൈങ് അവസരം ലഭിക്കാൻ ചാൻസസ് കാണുന്നുണ്ട്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സൊനാറ്റ സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സ്റ്റോക്ക് 5% ഒരു ഇടിവായിരുന്നു കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 60% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡ് പ്രൈസ് 337 എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സൊനാറ്റയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, എനിക്ക് ഇതിന്റെ ഡേറ്റ ഇപ്പം ലഭിക്കുന്നില്ല. അടുത്ത സ്റ്റോക്കിലോട്ട് പോകാം. നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വോൾട്ടാസ് ആണ്. വോൾട്ടാസിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു 3.65% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 1229 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. സൊനാറ്റയിൽ വോൾട്ടാസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വോൾട്ടാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 1370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1115 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം.
ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ICICI ബാങ്കാണ്. ലാസ്റ്റ് ട്രേഡ് ഡേയിൽ 0.15% നേരിയൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 1404 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഈ ഒരു മന്ത്ലി ഒരു പാസ്റ്റ് ട്രേഡിൽ നോക്കുമ്പോൾ കഴിഞ്ഞ മാസം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത്, ക്ഷമിക്കണം, ആ ഒരു ഡാറ്റ ലഭ്യമല്ല. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ താങ്കൾക്ക് ഈ ഒരു ICICI ബാങ്കിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ ഒന്ന് ഷെയർ ചെയ്യാമോ? ICICI ബാങ്കിന്റെ കേസിൽ ലോങ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ ഒരു ട്രെൻഡ് പാറ്റേൺ നമുക്ക് ICICI ബാങ്കിൽ മാത്രമല്ല, മറ്റ് മേജർ ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആയിട്ടുള്ള HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ഈ 4 ബാങ്കിലും നമുക്ക് സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ 4 ബാങ്കിങ് സ്റ്റോക്സിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, ഈ 4 സ്റ്റോക്സും അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സും നിഫ്റ്റി 50 അപേക്ഷിച്ച് നമുക്ക് ഔട്ട് പെർഫോമൻസാണ് തന്നിരിക്കുന്നത്. സോ നാച്ചുറലി കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ ICICI ബാങ്കിന്റെ കേസിൽ ആദ്യത്തെ 1070, അതിനുശേഷം 1350, അതിന് തൊട്ട് താഴെ 1325. സോ ഈ 3 ലെവൽസിൽ നമുക്ക് സപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സാർ, ഇനി അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് SBI ലൈഫാണ്. SBI ലൈഫ് 5.4% ഒരു മികച്ച മുന്നേറ്റം കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെക്കാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. നമുക്കൊരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴും ഇപ്പോൾ ഒരു കഴിഞ്ഞ 2-3 വീക്കുകളായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് SBI ലൈഫ് കാഴ്ചവെക്കുന്നത്. SBI ലൈഫിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? SBI ലൈഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു നേട്ടമൊന്നും സ്റ്റോക്കിന് നിലനിർത്താൻ സാധിച്ചില്ല. സോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1550 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫാർമ സെക്ടറിൽ നിന്നുള്ള ഗ്ലെൻമാർക്കാണ്. 4.24% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 1360 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 25% ഒരു ഇടിവ് എന്നുള്ളൊരു ലെവലിലാണ്. ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മന്ത്ലി ഒരു 20% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഗ്ലെൻമാർക്കിൽ താങ്കളുടെ ഇനി ഒരു ടേക്ക് എന്താണ്? ഗ്ലെൻമാർക്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്ക് 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 1560 രൂപ ടെസ്റ്റ് ചെയ്തിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതിനെ തുടർന്ന് ഈ ഒരു വീക്ക്നെസ് വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1270 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അറ്റ് ദ മൊമെന്റ് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് യുണൈറ്റഡ് സ്പിരിറ്റ് ആണ്. 0.86% ഒരു ഇടിവാണ് കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 1547 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പാസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ജനുവരിയിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തി വന്നൊരു സ്റ്റോക്ക് മാർച്ചിൽ 9% ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു മാസം നോക്കുമ്പോഴും ഇപ്പോൾ ഒരു 10% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് 1450, 1460 ഈ ഒരു റേഞ്ചിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഇതിൽ നമ്മൾ ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ITC മുതലായ സ്റ്റോക്സ് ഒക്കെ സിൻ ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ബിസിനസ് ജനങ്ങൾക്ക് ഗുണമല്ല, ദോഷം ചെയ്യുന്ന ബിസിനസ്സാണ്. സോ പ്ലീസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പേഴ്സണലി എൻ്റെ എത്തിക്കൽ പ്രിഫറൻസസ് കൊണ്ട് ഞാൻ ഇത്തരം സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല.
ഓക്കെ സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ജുബിലൻ്റ് ഫുഡ് വർക്ക്സ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 3% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാൻ സാധിക്കുന്നത്. 694 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 17 മാർച്ചിൽ ആ ഒരു വീക്കിൽ പോസിറ്റീവായി ക്ലോസ് ചെയ്ത സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ട് ഈ കഴിഞ്ഞൊരു വീക്ക് വരെ തുടർച്ചയായ ഒരു വീക്കിലി ഒരു പോസിറ്റീവായി ക്ലോസ് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ജുബിലൻ്റ് ഫുഡ് വർക്ക്സിൽ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ജുബിലൻ്റ് ഫുഡ് വർക്ക്സിന്റെ കേസിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് ടേമിന് വേണ്ടി ഈ സ്റ്റോക്കിൽ നമുക്ക് ഈ 40, 665 ഈ റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ക്യാൻ കൺസിഡർ. ഇതിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 745, അതിനുശേഷം 765, അതിനുശേഷം 805 ആയിരിക്കും. 805 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഗ്രാസിമാണ്. ഗ്രാസിമിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് 0.21% ഒരു നേരിയ നേട്ടം കഴിഞ്ഞൊരു ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെക്കാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിരുന്നു. ഒരു മന്ത്ലി പെർഫോമൻസ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിൽ ഈ ഒരു സ്റ്റോക്ക് 13% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഗ്രാസിമിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗ്രാസിം ആയിരുന്നു വൺ ഓഫ് ദ മേജർ സ്റ്റോക്സ്. ബാങ്കിങ് സ്റ്റോക്സിനോടൊപ്പം തന്നെ നിഫ്റ്റി 50ക്ക് പിന്തുണ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഗ്രാസിം. ആൻഡ് ഗ്രാസിമിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഗ്രാസിമിന്റെ കേസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ശ്രദ്ധയിലോട്ട് ഈ ആഴ്ച കൊണ്ടുവരണം. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലും നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ മേജർ സപ്പോർട്ട് കാണുന്നത് 2590 രൂപ. ഇതിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന 2783. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 2860, അതിനുശേഷം 2020, അതിനുശേഷം 2990 രൂപ. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് HDFC ലൈഫാണ്. 0.5% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 704 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം ഈ ഒരു സ്റ്റോക്ക് 12% ഒരു റിട്ടേൺ രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ നേരത്തെ SBI ലൈഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സിമിലർ പാറ്റേൺ നമുക്ക് HDFC ലൈഫിലും കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒത്തിരി വോളറ്റിലിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് ആ ഒരു നേട്ടമൊന്നും നിലനിർത്താൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 660 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ വീണ്ടും നമുക്കൊരു ശക്തമായിട്ട് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ 740 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് UPL എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ 3.2% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ട്രേഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. 661 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് ഈ ഒരു സ്റ്റോക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചത്. ജനുവരി തൊട്ട് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ മന്ത്ലി ക്ലോസിംഗ് ഒരു പോസിറ്റീവായി എടുക്കാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. UPLൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ UPLന്റെ കേസിൽ വെള്ളിയാഴ്ച നടന്നിരിക്കുന്നത് ഇറ്റ് ഇസ് എ പ്രോഫിറ്റ് ടേക്കിംഗ്. അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിരിക്കണം. കാര്യം അടുത്ത 2-3 സെഷൻസിലും പ്രോഫിറ്റ് ടേക്കിംഗ് തുടരാൻ നല്ല ചാൻസസ് ഉണ്ട്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ഇതിന്റെ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് കാണുന്നത് 638 രൂപയാണ്. സാർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് KFin ടെക്നോളജീസ് ആണ്. KFin ടെക്നോളജീസിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ക്ഷമിക്കണം സാർ, എനിക്ക് ആ ഒരു ഡാറ്റ ലഭ്യമല്ല. ഡാറ്റ ലഭ്യമായിട്ടുണ്ട്. KFin ടെക്നോളജീസ് നോക്കുമ്പോൾ
6% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 1219 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു ലിസ്റ്റിംഗ് 2023 ലിസ്റ്റിങ്ങിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 2024 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് മാർച്ചിലും ഈ ഒരു മാസവും ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു പ്രകടനം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. KFin ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ KFin ടെക്നോളജീസിന്റെ കേസിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് ഒരു ബസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻസിൽ നടന്നിരിക്കുന്ന പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1120 മുതൽ 1160 റേഞ്ച് വരെ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ ബി ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. ഇതിൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1263 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 1330, 1370, 1410, അതിനുശേഷം 1480. സ്റ്റോക്കാണ്. 4% ഒരു ഇടിവാണ് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് ഡേയിൽ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 232 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു തുടർച്ചയായി 3 മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് കഴിഞ്ഞ മാർച്ചിൽ ഒരു നേട്ടത്തിൽ ഒരു ക്ലോസിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസം നോക്കുമ്പോഴും ഒരു നേട്ടത്തിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കിറ്റെക്സിൽ കാണാൻ സാധിക്കുന്നത്. കിറ്റെക്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? സോ കിറ്റെക്സിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എസ്പെഷ്യലി ഇതിന്റെ ടാരിഫ് നയത്തിനെയൊക്കെ തുടർന്ന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റിംഗ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സോ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 220 മുതൽ 230 രൂപ വരെ. ആൻഡ് ഇതിൽ ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 255, 280, 290, 300, അതിനുശേഷം 330. താങ്ക് യു സാർ, ഇത്രയും വിവരങ്ങൾ മാർക്കറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കായി താങ്ക് യു പങ്കുവച്ചതിന്. വിഷ്ണു. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകർ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.